സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് മുൻകൂർ ജാമ്യം നൽകി സുപ്രീംകോടതി. SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശം നൽകി. സ്ത്രീ എന്ന നിലയിൽ എസ് ജയശ്രീക്ക് ചില പരിഗണനകൾക്ക് അർഹതയുണ്ടെന്നും സുപ്രീംകോടതി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ജയശ്രീക്കും ഒടുവിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും എന്തൊക്കെയാണ്? സുരേഷ്, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതായത് ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും സുപ്രീം കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ തടഞ്ഞിരിക്കുകയാണ്. അത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീ എന്ന പരിഗണനയും ഈ മുൻകൂർ ജാമ്യത്തിന് കാരണമായി എന്നുള്ളതാണ്. ദീർഘനാളായി താൻ ചികിത്സയിലാണെന്നും തനിക്ക് ഗുരുതര രോഗമുണ്ടെന്നും ആ ചികിത്സ തുടരണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജയശ്രീ നേരത്തെ പലതവണ ഹർജി നൽകിയിരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകിയ സത്യവാങ്മൂലത്തിലും താൻ ശബരിമലയിൽ ജോലി ചെയ്തിട്ടില്ലെന്നും തനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമാണ് ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതേപോലെ തന്നെ ഈ നേരത്തെ ഈ ബോർഡിന്റെ നിർദ്ദേശം മാത്രം അനുസരിക്കുക മാത്രം ചെയ്ത ഉദ്യോഗസ്ഥയാണ് താനെന്നും തനിക്ക് ഇത്തരത്തിൽ ബോർഡ് എടുത്ത തീരുമാനത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നും ജയശ്രീ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ഇത്തരത്തിലൊരു തീരുമാനം, അതായത് ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്ന സമയത്തോ അല്ലാതെയോ താൻ ശബരിമലയിൽ പോയിട്ടില്ലെന്നും ഇത് ജീവിതത്തിൽ ഒരിക്കലും മല കയറിയിട്ടില്ലെന്നുമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മഹസറിൽ ഒപ്പ് തിരിച്ചറിഞ്ഞുവെന്ന് അറിയിക്കണമെന്ന് SITയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ ഒരു നിലപാട് കൂടി കോടതി ആരാഞ്ഞിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ SIT പ്രത്യേക അന്വേഷണ സംഘം ഈ ജാമ്യത്തെ ശക്തമായി എതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ജയശ്രീക്ക് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് അവരെ സംബന്ധിച്ച്.